ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ്. നമ്മൾ നെയ്യപ്പം പെർഫെക്റ്റ് ആണെന്ന് പറയുന്നത് നല്ലൊരു ഷേപ്പ് ഉണ്ടാവണം, പിന്നെ പുറമെ ഒരു ക്രിസ്പിനെസ് ഉണ്ടാവണം, ഉൾഭാഗത്തിന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു മാർദ്ദവം ഉണ്ടാവണം, മധുരമൊക്കെ പാകത്തിനായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒരു നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നല്ല രുചിയുള്ള തനി നാടൻ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമുക്കതിന് ചേരുവകൾ കാണാം. ഞാൻ അതിനായിട്ട് 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്, 230 ഗ്രാം അരി. നമുക്ക് ഇത് അരിപ്പൊടിയിലും ചെയ്യാം. വറക്കാത്ത അരിപ്പൊടിയില്ലേ, പച്ച അരിപ്പൊടി, അതിന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വറുത്ത അരിപ്പൊടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഒരു പെർഫെക്ഷൻ കിട്ടില്ല നെയ്യപ്പത്തിന്. ഇപ്പം വറക്കുമ്പോൾ അതിൻ്റെ ഷേപ്പൊന്നും ശരിയാക്കിയിട്ടില്ല. പിന്നെ നമുക്ക് മധുരത്തിനായിട്ട് ശർക്കര ആവശ്യമുണ്ട്. ഇത് 175 ഗ്രാം ശർക്കരയാണ്. അതായത് ഈ വലുപ്പത്തിലുള്ള 4 ക്യൂബ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. പാകത്തിനായിട്ടുള്ളൊരു മധുരമായിരിക്കും നമുക്ക് ഈ അളവിൽ കിട്ടുന്നത്. പിന്നെ നമ്മുടെ നെയ്യപ്പത്തിന് കഴിക്കാനൊരു മാർദ്ദവം കിട്ടാനായിട്ട് നമ്മളതിലേക്ക് ഒരു 3 വലിയ സ്പൂൺ ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ രുചിയും മണമൊക്കെ കൂട്ടാനായിട്ട് 4-5 ഏലക്ക, ഒരു ചെറിയ സ്പൂൺ ജീരകം, പിന്നെ ഒന്ന് കടിക്കാനായിട്ട് കുറച്ച് എള്ള്, ഒരു വലിയ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. ശരിക്കും നെയ്യപ്പം നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഏറ്റവും പ്യുവറായിട്ടുള്ള ഫാറ്റാണ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റാണ് നെയ്യ്. പക്ഷെ നമ്മളിതിപ്പോൾ വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കുന്നത്. കാരണം നെയ്യിൽ വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ്. ഇത്രയാണ് ഇതിൻ്റെ ആവശ്യമായിട്ടുള്ള ചേരുവകൾ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈ പച്ചരി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടണം. പച്ചരി ആദ്യം നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു 4-5 പ്രാവശ്യം കഴുകി എടുക്കുക. എന്നിട്ട് അതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു 4-5 മണിക്കൂർ കുതിരാനായിട്ട് വയ്ക്കുക. അപ്പോൾ നമ്മൾ സാധാരണ നെയ്യപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേന്ന് അരി വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക, പിറ്റേന്ന് രാവിലെ അരച്ച് വയ്ക്കുക, പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ നെയ്യപ്പം ചുട്ടെടുക്കുക. അങ്ങനെ ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ രാത്രിയിലാണ് ഇത് കുതിരാനായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ രാത്രിയിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് വയ്ക്കുക. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന പച്ചരിയാണ്. നമുക്കിത് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് മാറ്റി. നമ്മൾ ഈ നെയ്യപ്പത്തിനുള്ള അരി അരച്ചെടുക്കുമ്പോൾ ശർക്കര പാനിയിലാണ് അരച്ചെടുക്കുന്നത്. നമുക്കിതിലെ വെള്ളം ഒട്ടും ആവശ്യമില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് വാർന്നു പോകാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര പെട്ടെന്ന് ഉരുക്കി കിട്ടാനായിട്ട് ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കുന്ന ആ കല്ലിലിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടി പോകണ്ട, 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി ഉരുക്കിയെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തിളച്ച് ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് ഇതിലെ കരടൊക്കെ കരട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ കരടൊക്കെ കളയാനായിട്ട് നമുക്കിന്ന് അരിച്ച് വയ്ക്കാം. നമ്മൾ ആ 1/2 കപ്പ് വെള്ളവും പിന്നെ ശർക്കര ഉരുകി ചേർന്നതും കൂടെ കൂടി ഇപ്പോൾ 3/4 കപ്പിനും കുറച്ചുകൂടി കൂടുതലുണ്ട്. പക്ഷെ 1 കപ്പ് തികച്ചും ശർക്കരപ്പാനി ഇല്ല. ഇത്രയും ശർക്കരപ്പാനിയാണ് നമുക്ക് ഇതിന് കിട്ടിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ശർക്കരപ്പാനിയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. നമുക്കിനി അരി അരച്ചെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം അരി മിക്സിയുടെ ജാറിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഉരുക്കിയെടുത്ത ശർക്കര ചേർത്ത് കൊടുക്കാം. മുഴുവനും ഇപ്പോൾ ഒഴിക്കേണ്ട, നമുക്കൊരു പകുതിയോളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യാനുസരണം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെയ്യപ്പത്തിനായിട്ട് അരയ്ക്കുമ്പോൾ ഒരുപാടങ്ങ് സ്മൂത്ത് ആക്കണ്ട, ചെറിയ തരി ഉണ്ടാവണം. പക്ഷെ വലിയ തരി ആകരുത് കേട്ടോ. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വലിയ തരി ആയിപ്പോയാൽ നെയ്യപ്പം ഒത്തിരി ഹാർഡായി പോകും. അപ്പോൾ ചെറിയ തരി നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ചെറിയ തരി കാണാൻ പറ്റണം, നമുക്ക് തൊടാൻ പറ്റണം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടിയിൽ ഒട്ടും കട്ടയില്ലാതെ മിക്സ് ആക്കി ഇടാനായിട്ട് നമുക്ക് മിക്സിയിൽ തന്നെ ഒന്ന് കറക്കിയെടുക്കാം. ഒരുപാട് നേരം അരയ്ക്കണ്ട, ഗോതമ്പ് പൊടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ഈ ഗോതമ്പ് പൊടി ചേർത്ത് കഴിഞ്ഞ് അരച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പാകം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഒരു ദോശമാവിൻ്റെ അത്രയും ഒരു ലൂസായിട്ടാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. ഇനി ഇത് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പോൾ കറക്റ്റ് ആയിക്കോളും. ശർക്കരപ്പാനി
മുഴുവനും ചേർത്തിട്ടില്ല. ഒരു വലിയ സ്പൂൺ ശർക്കരപ്പാനി മിച്ചമുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. നമ്മളിത് ഈ മാവ് ഫെർമെന്റേഷനായിട്ട് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഇതിന് ഒരുപാട് കട്ടി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കട്ടി കുറച്ചെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളതൊക്കെ ചേർക്കാം. എള്ള് ചേർത്ത് കൊടുക്കാം, ജീരകം, ഏലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടതൊക്കെ ചേർത്ത് കഴിഞ്ഞു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 8 മണിക്കൂർ ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ നെയ്യപ്പത്തിലേക്ക് ബേക്കിംഗ് സോഡയൊന്നും ഒട്ടും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ നല്ല നെയ്യപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരു 8 മണിക്കൂർ മാറ്റി വെച്ച മാവാണ്. നിങ്ങൾക്ക് ഇപ്പോൾ 8 മണിക്കൂർ വെക്കാൻ പറ്റിയില്ലെങ്കിൽ കുറഞ്ഞത് ഒരു 5 മണിക്കൂറെങ്കിലും മാവ് മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് നമുക്ക് നല്ലൊരു നെയ്യപ്പമായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഒരു കട്ടിയാണ് നമ്മുടെ മാവിനുള്ളത്. ഇപ്പോൾ ഇത് ദോശമാവിനേക്കാളും കുറച്ചുകൂടി കട്ടിയുണ്ട്, പക്ഷേ ഇഡ്ഡലി മാവിൻ്റെ അത്രയ്ക്കും ആയിട്ടില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇപ്പോൾ നമ്മുടെ മാവിനുള്ളത്. ഞാൻ ഇതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ച ഒരു ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാകമായിട്ടുണ്ട് നമ്മുടെ മാവിന്. ഈ മാവ് ഒരുപാട് ലൂസായി പോയാൽ നമ്മളിത് എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ ഇത് ഒത്തിരി എണ്ണ കുടിക്കും. പിന്നെ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റ് ആവില്ല. നമ്മൾ എണ്ണയിലേക്ക് ഒഴിക്കുമ്പോൾ മാവൊക്കെ കുഴിഞ്ഞു പോകും. ഒരു കറക്റ്റായിട്ട് ഷേപ്പായിട്ട് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നെയ്യപ്പത്തിൻ്റെ ഉൾഭാഗം വേവാനായിട്ട് ഒരുപാട് സമയം എടുക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ കട്ടി ഒത്തിരി കൂടിപ്പോയാൽ നെയ്യപ്പത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്നെസ് കിട്ടില്ല. നമുക്ക് കടിക്കാൻ പറ്റാത്ത പോലെ ഒരു കട്ടിയായി പോകും അത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എണ്ണയുടെ ചൂട്. ഈ എണ്ണയുടെ ചൂട് നമുക്ക് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നല്ല നെയ്യപ്പം തന്നെ നമുക്ക് കിട്ടും. ഞാൻ നെയ്യപ്പം ചുട്ടെടുക്കാനായിട്ട് ഇതേപോലെ ഇരുമ്പിൻ്റെ ഒരു ചീനിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ നന്നായിട്ട് ചൂടാവണം. എണ്ണ നല്ലപോലെ ചൂടായ ശേഷം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ പതയില്ലേ, ഈ പതയൊക്കെ എണ്ണ നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ സെൻറ്ററിലേക്കായിട്ട് ഇല്ലാതാവുന്ന കാണാൻ പറ്റും. ആ സമയം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ പാകത്തിന് ചൂടായിട്ടില്ലെങ്കിൽ നെയ്യപ്പം കൂടുതൽ എണ്ണ വലിച്ചെടുക്കും. ഇത് നമുക്ക് കൂടുതൽ നേരം എണ്ണയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നെയ്യപ്പത്തിന് അടിക്കാൻ പറ്റാത്തത്ര കട്ടിയാകും. ഇപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുമ്പ് നല്ലപോലെ ഇളക്കിയ ശേഷം കയ്യിലുകൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് മാവ് ഒഴിച്ചു കഴിയുമ്പം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നമ്മുടെ എണ്ണയുടെ ചൂട് കറക്റ്റ് ആണെങ്കിൽ 10-12 സെക്കൻഡിനുള്ളിൽ നെയ്യപ്പം മുകളിലേക്ക് പൊങ്ങി വരും. എന്നിട്ട് ഒരു 2-3 സെക്കൻഡിനുള്ളിൽ മുകൾ ഭാഗം ഇങ്ങനെ കുമിള പോലെ വീർത്ത് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കേണ്ട. കുറച്ച് നേരം ഒരു 1-2 മിനിറ്റ് കൂടി നമ്മൾ എണ്ണ ഇങ്ങനെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. മാവ് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ ഈ എണ്ണയ്ക്ക് നല്ല ചൂടുള്ളതുകൊണ്ട് മുകൾ ഭാഗം വേഗം നല്ലൊരു ബ്രൗൺ കളർ ആകും, ഉള്ളിൽ വേവാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തീ കൂട്ടിയും കുറച്ചും വെച്ച് കറക്റ്റായിട്ടുള്ള ചൂടിൽ നെയ്യപ്പം ചുട്ടെടുക്കണം. ഇപ്പോൾ പാകത്തിന് കളറായി കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതേപോലെ മുഴുവൻ മാവ് കൊണ്ട് ചെയ്തെടുക്കാം. ഓരോ തവണയും നമ്മൾ ചെയ്യുമ്പോൾ മാവ് നല്ലപോലെ ഇളക്കിയ ശേഷം കോരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മാവിൽ തരിയുണ്ട്. അപ്പം നമ്മൾ ഇളക്കാതിരുന്നാൽ തരിയൊക്കെ മാവിൻ്റെ അടിയിൽ പോയി കിടക്കും. അപ്പോൾ നമ്മൾ ചുട്ടെടുക്കുന്ന നെയ്യപ്പൊന്നും ശരിയായി കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ മുഴുവൻ നെയ്യപ്പം നമ്മൾ ചുട്ടെടുത്ത് കഴിഞ്ഞു. ഈ ഒരളവിൽ ഈ വലിപ്പത്തിലുള്ള ഒരു 8 നെയ്യപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു 4 മണി പലഹാരമാണ് നമ്മുടെ നെയ്യപ്പം. ഈ നെയ്യപ്പം നോക്കൂ, ഇതിന് നല്ലൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. മുകൾ ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഉള്ളിൽ കഴിക്കാൻ പാകത്തിന് സോഫ്റ്റ്നെസ് ഉണ്ട്. ഇപ്പോൾ മധുരമൊക്കെ പാകത്തിനാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നാടൻ നെയ്യപ്പം നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞു.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ 1-2 പ്രാവശ്യം ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ അളവിൽ ചെയ്ത് നോക്കുക. അപ്പോൾ 1-2 പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എവിടെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. കമൻസൊക്കെ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.